ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ചക്കക്കുരു എങ്ങനെയാണ് പെട്ടെന്ന് തൊലി കളയുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് രണ്ട് മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. ചക്കക്കുരു ഇതുപോലെ നാലായിട്ട് കീറി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് തൊലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അതുപോലെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ബ്രൗൺ കളറോട് കൂടി തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലതായിട്ട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളർ തൊലി എന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ഇടിമുട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളയാൻ പറ്റും. അപ്പോൾ നല്ല ഉണങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് കിട്ടും. പക്ഷേ ഇത്രയും സ്പീഡായിട്ടൊന്നും കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു ബോണ്ടയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 30ഓളം ചക്കക്കുരുവാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, വളരെ കുറച്ച് വെള്ളം മതി. ഒരു 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ കുക്കറിനും മാറ്റം ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞു പോവരുത്, എന്നാൽ ഒട്ടും വേവാതിരിക്കുകയും ചെയ്യരുത്. ആ രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. തൊലിയോടുകൂടി തന്നെ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ആ ഒരു ബ്രൗൺ കളർ തൊലിയോട് കൂടി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില ഇത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പിഞ്ച് വലിയ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 30ഓളം ചക്കക്കുരുവിന് വേണ്ടിയിട്ട് ഒരു ഒനിയൻ തന്നെ മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. എപ്പോഴും നിങ്ങൾ എത്രയാണ് ചക്കക്കുരു എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയായിരുന്നു, അത് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു നല്ല എരിവുള്ള പച്ചമുളകും പിന്നെ അല്പം കറിവേപ്പിലും കൂടെ കുഞ്ഞായി അരിഞ്ഞതിന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചക്കക്കുരു ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്, അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൾസിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ, കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് പൊടിക്കരുത്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്കിത് ബോളാക്കി എടുക്കാൻ കഴിയും. കാരണം ചൂടില്ലാത്ത ചക്കക്കുരു പൗഡറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കുക. മുഴുവൻ ബോളാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 കയ്യിൽ മൈദയും 1 കയ്യിൽ കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലല്ല, എന്നാൽ ദോശമാവിൻ്റെ പരുവത്തിൽ അത്രയും ലൂസും വേണ്ട. ആ ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മെത്തേഡിൽ അത്രയും ലൂസായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂടാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ അതിലേക്ക് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോ ചക്കക്കുരു ബോളും എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലായിരിക്കണം. ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത്. പിന്നെ ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, കാരണം ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പുറത്തുള്ള ആ ബാറ്റർ മാത്രം നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഫില്ലിങ് കുഴഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പുറമേയൊക്കെ നമ്മൾ നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മിൻറ്റ് ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം മുഴുവൻ ബോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടുത്തതായിട്ട് ഒരു ഓയിൽ ഫ്രീ സ്നാക്കാണ്. അപ്പോൾ അടിപൊളി ഒരു കിണ്ണത്തപ്പമാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ചക്കക്കുരു ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ടേസ്റ്റാണ് ഇതിൻ്റേത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 8ഓളം ചക്കക്കുരു എടുത്തിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ്, 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കര ഉരുക്കിയത്, 1 അച്ച് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് അരിപ്പൊടി, പിന്നെ
ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്കായപ്പൊടി. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു ചക്കക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 തവി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി തേങ്ങാപ്പാൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് അടിച്ചെടുക്കുക. ഇനി നമ്മുടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു കയ്യിൽ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് ഏലക്കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ കുറേശ്ശെ മിക്സ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അളവ് എന്ന് പറയാൻ നമുക്ക് ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഒരു 8 ചക്കക്കുരുവിന് വേണ്ടിയിട്ടുള്ള അളവ് എന്ന് പറയുന്നത് 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ശർക്കരപ്പാനി, 1 കപ്പ് തേങ്ങാപ്പാൽ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുള്ള പാത്രം നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇതിനകത്ത് കൊള്ളില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് മാറ്റാം. അപ്പോൾ സ്റ്റീമറിനകത്തേക്ക് ഇത് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. ഇനി ഡെക്കറേഷൻ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഇതൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചക്കക്കുരു ഷേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് നമ്മൾ ഈ ഒരു ഷേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ടൊരു 15ഓളം ചക്കക്കുരുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ പലതരം ഫ്ലേവർ കൊടുത്തിട്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറമേ ഉള്ള തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ബ്രൗൺ കളർ തൊലി കളയുന്നില്ല. അപ്പോൾ അത് ചക്കക്കുരുവിൻ്റെ അതിനേക്കാൾ കൂടുതൽ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ബ്രൗൺ കളർ തൊലി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കളയേണ്ട, മുഴുവനായിട്ടും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഷുഗർ, ഐസ് വാട്ടർ, പിന്നെ ആവശ്യത്തിന് പാല്. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് അല്ലെങ്കിൽ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ആവാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആവാം, ഏതും എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചക്കക്കുരും അതുപോലെ തന്നെ ഷുഗറും ഐസ് വാട്ടറും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഐസ് വാട്ടറിന് പകരം ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം അധികം ഒന്നുമില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ കേട്ടോ, അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിലേക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് പാലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് കോഫി പൗഡർ അല്ലെങ്കിൽ ബൂസ്റ്റ്, ഹോർലിക്സ് അല്ലെങ്കിൽ വ്യത്യസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറിൽ ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം, എന്തും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് ഏത് ചേർത്ത് അടിച്ചു കഴിഞ്ഞാലും. അപ്പോൾ ഓരോന്നിലും ഓരോ വെറൈറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മിൽക്ക് ഷേക്ക് നിങ്ങൾ റെഡിയാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരു കിട്ടുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.